പ്രിയപ്പെട്ടവരെ, എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കാര്യം പലർക്കും അറിയില്ല. കാരണം അതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് പഠിക്കുകയും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തുകയും ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് എന്നത് അത്യധികം സന്തോഷകരമായ അവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവ വിശേഷമാണ്. ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്ത് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പലപ്പോഴും നമ്മോട് മറ്റുള്ളവർ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ് എന്നത് ഒരു സംഭവത്തെ യാതൊരു ജഡ്ജ്മെന്റുകളും മുൻവിധികളും ഇല്ലാതെ നോക്കിക്കാണുന്ന അവസ്ഥയാണ്. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ വെറുതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇടപെടണമെന്ന് തോന്നിയാലും അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ നിരീക്ഷണം തുടരുന്നു. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാണിയെ സങ്കൽപ്പിക്കുക. ചിലപ്പോഴൊക്കെ ഈ പ്രാണിയുടെ റോൾ നാമും ഏറ്റെടുക്കണം. നമ്മുടെ ഉള്ളിലും ഒത്തിരി ടെൻഷനും ആകുലതകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന് അവയെ വെറുതെ നോക്കിക്കാണുന്ന ഒരു പ്രാണിയുടെ അവസ്ഥയിലേക്ക് നാം പോയാൽ ആ അവസ്ഥയെ നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കാം. ഉള്ളിൽ കടക്കുന്ന ഒരു പ്രാണിക്ക് എപ്പോഴും പുറത്തേക്ക് പോകാനുള്ള വാതിലുകൾ അറിയാം. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകന്ന് കുറച്ചു സമയം മാറിയിരിക്കാൻ നമ്മളും പഠിക്കണം. തലച്ചോറിൽ ഉണ്ടാകുന്ന ചിന്തകളെ മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നാൽ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ മാറണം എന്ന ചിന്താഗതിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ ആ അവസ്ഥയാണ് യഥാർത്ഥ മൈൻഡ്ഫുൾനെസ്. ഇവിടെ നമ്മൾ കാര്യങ്ങൾ മാറ്റാനോ അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനോ ഒരുങ്ങുന്നില്ല. നമ്മൾ എല്ലാം കാണുന്നു, എല്ലാം വീക്ഷിക്കുന്നു, എന്നാൽ ഒന്നിനെയും വിധിക്കുന്നില്ല. ഇതിനെ മനസ്സിന്റെ ഗേറ്റിൽ കൂടി പുറത്തേക്കുള്ള പോക്ക് എന്നും വിശേഷിപ്പിക്കാം. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളും നിങ്ങളുമായി ഒരു അകലം ഉണ്ടാകുന്നു. ഈ അകലം മൂലം ആ സംഭവങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളുടെ തീവ്രത കുറയുന്നു. തന്മൂലം നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെയും വികാരവിചാരങ്ങളുടെയും തീവ്രതയും കുറയുന്നു. ഇതിനർത്ഥം ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ ഇവ വേണ്ട എന്നല്ല. ഇതിന്റെ പ്രയോജനം ഇടയ്ക്കിടയ്ക്കുള്ള ഈ ശാന്തം നമ്മിലേക്ക് ഒരു വിശുദ്ധ വെളിച്ചം കടന്നു വരാൻ കാരണമാകുന്നു എന്നതാണ്. കൂടാതെ ഉള്ളിലെ സംഘർഷങ്ങൾക്ക് അയവും ലഭിക്കുന്നു. ഇതുമൂലം ശ്രദ്ധയെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും സാധിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഫുൾ ബോഡി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് നടത്തുന്നത്. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ശ്വസന വ്യായാമത്തോടെ നമുക്ക് തുടങ്ങാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒപ്പം മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അറിയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. മനസ്സിൽ വീണ്ടും ഇങ്ങനെ പറയുക: ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുന്നത് അറിയുന്നു. തുടർന്ന് 3 തവണ ഇങ്ങനെ ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഞാൻ ശ്വാസം അകത്തേക്ക് എടുത്തു എന്ന് അറിയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ഞാൻ ശ്വാസം പുറത്തേക്ക് വിട്ടു എന്ന് അറിയുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഞാൻ ശ്വാസം അകത്തേക്ക് എടുത്തു എന്ന് അറിയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ഞാൻ ശ്വാസം പുറത്തേക്ക് വിട്ടു എന്ന് അറിയുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഞാൻ ശ്വാസം അകത്തേക്ക് എടുത്തു എന്ന് അറിയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുന്നു എന്ന് അറിയുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഒരു പൊതുബോധത്തിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്തതായി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ദേഷ്യമോ ഭയമോ അസ്വസ്ഥതയോ
ആ പ്രശ്നം മൂലം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ സ്വതന്ത്രമായി ശ്വസിക്കുക. ശ്വാസം എടുക്കുന്നതിൽ നിങ്ങൾ ഇപ്പോൾ അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളിലേക്കും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. അവ അതുപോലെ നിലനിൽക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് സ്വതന്ത്രമായി ശ്വാസോച്ഛ്വാസം നടത്തുക. നിങ്ങൾ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന അവബോധം മാത്രം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ശ്വാസം ചെറുത് ആണെങ്കിൽ അതിനെ അങ്ങനെ അനുവദിക്കുക. നിങ്ങൾക്ക് ശ്വസിക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ല എങ്കിലും വിഷമിക്കേണ്ട. അത് അങ്ങനെ തന്നെ തുടരട്ടെ. കുറെ സമയം ഇങ്ങനെ തുടരുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതായി അനുഭവപ്പെടും. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരിക്കലും ബലം പ്രയോഗിക്കരുത്. അത് എങ്ങനെയാണോ സംഭവിക്കുന്നത് അങ്ങനെ തന്നെ അനുവദിക്കുക. 2 മിനിറ്റ് ഇത് തുടരുക. വീണ്ടും നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നത്തിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഭിത്തിയിൽ ഇരിക്കുന്ന ഒരു പ്രാണിയാണ്. നിങ്ങൾക്ക് എല്ലാം കാണാം, മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുക: ഞാൻ ഈ നിമിഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ എന്റെ മനസ്സാകുന്ന വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇപ്പോൾ ശ്വസിക്കുന്നുണ്ട്. ശ്വസിക്കുമ്പോൾ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. ശ്വസനം തന്നെ സന്തോഷമാണ്. സന്തോഷവും ശ്വസനവും ഒന്നാണ്. കാരണം ഞാനിപ്പോൾ മനസ്സ് നിറഞ്ഞാണ് ശ്വസിക്കുന്നത്. ഈ ശ്വസനത്തിലൂടെ എന്നിലേക്ക് ശാന്തി, സമാധാനം, സന്തോഷം എന്നിവ കടന്നുവരുന്നു. ഇപ്പോൾ എനിക്ക് ഒന്നിനെയും ഭയമില്ല. എന്റെ വേദനകളും സഹനങ്ങളും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്റെ ടെൻഷൻ, ഉത്കണ്ഠ, ലക്ഷ്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവയെ ഞാൻ കാണുന്നു. അവ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനിതാ അല്പസമയം വെറുതെ ഇരിക്കുന്നു. എന്റെ മനസ്സിൽ എന്തും നടക്കട്ടെ. അതെന്നെ ഒട്ടും ബാധിക്കുന്നില്ല. ഇതാ അല്പസമയത്തേക്ക് ഞാൻ എന്റെ മനസ്സിന്റെ വാതിലിൽ കൂടി പുറത്തേക്ക് പറന്നു പോകുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്നത് ഒന്നും ഞാൻ അറിയുന്നില്ല. അവ എന്നെ ഒട്ടും ബാധിക്കുന്നില്ല. അതേക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. ഞാനിപ്പോൾ എന്റെ ശ്വാസത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നു. എന്റെ പ്രശ്നങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ ഗുരുതരമല്ല എന്ന് ഇപ്പോൾ എനിക്ക് അറിയാം. അവയെ ഞാൻ അത്രയ്ക്ക് വികാര ആവേശത്തോടെ കാണേണ്ടതില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അവയുടെ കാര്യകാരണങ്ങൾ എനിക്ക് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അവയെ പരിഹരിക്കാനുള്ള പല മാർഗങ്ങളും എനിക്ക് മനസ്സിലാകുന്നു.
എന്റെ മനസ്സിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നുവരുന്നുണ്ട്. എന്റെ ശരീരഭാരം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ വെള്ളത്തിന്റെ മീതെ ഒഴുകി നടക്കുന്ന ഒരു ലില്ലി പൂ പോലെ എന്നെ തന്നെ കാണുന്നു. എനിക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ ഇല്ല. സ്വതന്ത്രമായി ഒഴുകി നടക്കാം. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ മെഡിറ്റേഷൻ മ്യൂസിക് മാത്രം കേൾക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ബോധമനസ്സിലേക്ക് തിരിച്ചുവരാൻ ഒരുങ്ങുക. കൈകാലുകളിലെ വിരലുകൾ ചലിപ്പിക്കുക. അവ മടക്കുകയും നിവർക്കുകയും ചെയ്യുക. കൈകളും കാലുകളും സ്ട്രെച്ച് ചെയ്യുക. കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. കണ്ണുകൾ തുറക്കുക. വീണ്ടും ശ്വസന വ്യായാമം ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇടവിട്ട് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ വേദനകളും മാറിയിരിക്കുന്നു. മനസ്സിൽ അതിയായ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ടെൻഷൻ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.